അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കിയ രചിച്ച രചനാ രീതിയെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതായത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥരചനയുടെ രീതി എങ്ങനെയാണ്, അത് ഖുർആൻ സുന്നത്തുകൾക്ക് എതിരാണോ, തന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ കാര്യങ്ങൾ വെറും മനുഷ്യന്റെ സാധാരണ ചിന്തയും സാധാരണ ആലോചനയും ഉപയോഗിച്ച് എഴുതിയതാണോ എന്നുള്ളതാണ് ചർച്ച. അങ്ങനല്ല, അത് കശ്ഫിലൂടെ ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് കിതാബ് സുന്നത്തുകൾക്ക് എതിരാണൊന്നും മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സമർത്ഥിക്കുകയാണ്. നമ്മൾ ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ സമർത്ഥിക്കാൻ വേണ്ടി മഹാനവറുകൾ എടുത്തുദ്ധരിച്ച മുഴുവൻ കാര്യങ്ങളും പറയണല്ലോ. ചിലപ്പോ മുമ്പ് പറഞ്ഞതിനോട് താരതമ്യപ്പെടുന്ന വചനങ്ങൾ ഉണ്ടാകാം, എന്നാലോ ചില മുമ്പ് പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി വിശാലമാക്കി പറഞ്ഞ ശൈലി ഉണ്ടാകാം. അപ്പൊ ഗ്രന്ഥത്തിന്റെ പഠനമാകുമ്പോ അത് അതിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞതിൽ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഇതേ ഒരു ആശയപ്പൊരുൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണ്ട, ചിന്തിക്കണ്ട. കാരണം പറഞ്ഞ വചനങ്ങൾ മുഴുവനും നമുക്ക് പറയണല്ലോ, അല്ലെങ്കിൽ ഇടയിൽ കട്ടുപോയി എന്ത് ചെയ്യേണ്ടി വരുമല്ലോ, പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അടുത്ത തെളിവായിട്ട് മഹാനവറുകൾ പറയാണ്, വഅലം അന്ന ജമീഅ മാ അക്തുബുഹു ഫീ തഅലീഫി, എന്റെ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതി വെച്ച മുഴുവൻ കാര്യങ്ങളും. കാരണം ഇതിങ്ങനൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ, ഇബ്നു അറബിനെ സമൂഹത്തിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കിതാബ് സുന്നത്തിന് എതിരായിട്ട് സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ ആളാണ്, സ്വന്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് സുന്നി ലോകത്ത് നിന്നാണ്ട് മാറ്റി നിർത്തിയ കുറെ ആളുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് മഹാനവറുകളുടെ വിജ്ഞാനം കിതാബ് സുന്നത്തിന് എതിരല്ല എന്ന് സമർത്ഥിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ സമർത്ഥിക്കുക എന്നാണ് ലോകത്ത് അറിയപ്പെട്ട ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ മഹാനവറുകളുടെ ഗ്രന്ഥം നമ്മൾ പറഞ്ഞിരണ്ടേ. ഏറ്റവും വലിയ കാഴ്ചപ്പാടായിട്ട് ഈ ലോകത്ത് മഹാനവറുകൾ കണ്ട ഗ്രന്ഥം ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു കണ്ടത് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ആണെന്ന് പറയുമ്പോ നമ്മളൊന്ന് അറിയണ്ടേ, നമ്മളൊന്ന് വായിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, ആ ലോകത്തിലേക്ക് ചെറിയൊരു എത്തിനോട്ടമെങ്കിലും നമ്മൾ നിർത്തണ്ടേ. അതുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത്, എന്റെ രചനയിൽ ഞാൻ എഴുതി വെച്ച മുഴുവൻ കാര്യങ്ങളും ലൈസ ഹുവ അൻ റവിയത്തിൻ വഫിക്രിൻ, അത് മനുഷ്യന്റെ സാധാരണ ചിന്തയും ആലോചനയും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയതല്ല. അപ്പൊ സാധാരണ ചിന്ത കൊണ്ടാണ് മനസ്സിലാക്കാൻ നിന്ന ഇബ്നു അറബി തങ്ങള് എന്താണ് ശരീഅത്തിന് വിരുദ്ധം ചെയ്ത ആളാണ് എന്നാണ്ട് പറയും. ഇന്ന് ഭൂരിഭാഗം ഔലിയാക്കളെ സംബന്ധിച്ചും അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് അവര് ശരീഅത്തിന് വിരുദ്ധമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു തെറ്റിദ്ധാരണ കടന്നു വരാനുള്ള കാരണം. അതായത് ഇവർ എന്ന് പറഞ്ഞാൽ ഔലിയാക്കള് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. മാൻ അൻസഖ മിൻ ആയത്തിൻ ഔ നുൻസിഹ, ദൃഷ്ടാന്തം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആ ദൃഷ്ടാന്തത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ബുദ്ധി കൊണ്ടോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉൾക്കൊള്ളാൻ കഴിയൂല. മനസ്സിലായോ? അതുകൊണ്ട് ഉലുൽ അബ്സാറിനാണ് എന്തുള്ളത്, ഉൾക്കാഴ്ച ഉള്ളവർ അവരാണ് ശരി. അവരാഴത്തിൽ ചിന്തിച്ച ഇവരാരാണ്, അള്ളാന്റെ വലിയൊരു ദൃഷ്ടാന്തമായി ഈ ലോകത്ത് നിലനിൽക്കുന്നവരാണെന്ന് എന്ത് ചെയ്യാ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സാധാരണ ചിന്തയും സാധാരണ ആലോചനയും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഗ്രന്ഥമല്ല എന്റെ ഗ്രന്ഥങ്ങൾ, മറിച്ച് വഇന്നമാ ഹുവ അൻ നഫസിൻ ഫീ റൂഇ അലാ യദി മലിക്കിൽ ഇൽഹാം, ഇൽഹാമിന്റെ മലക്കിന്റെ കയ്യിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടു തന്നതായ ആത്മീയ പ്രചോദനമാണ്. എന്റെ ആന്തരിക ഹൃദയത്തിൽ ഒരു അറിവായിട്ടോ ഒരു ബോധ്യമായിട്ടോ അള്ളാഹു നിക്ഷേപിച്ചു തന്ന ഒരു സംഗതിയാണ് ഇത്. ശാരീരികമായി എന്തെങ്കിലും ഊതപ്പെടുന്നതല്ല. നഫസ് എന്ന് പറഞ്ഞാൽ ഊത എന്നർത്ഥം, ഇതിങ്ങനെ ഊതുന്നതല്ല. വനഫസ്തു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ ഊതിന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുകൊണ്ട് ഇങ്ങനെ ഊതിന്നല്ല. മനസ്സിലായോ? അതൊരു പ്രതീകാത്മക പ്രയോഗമാണ്. അതിന്റെ ആശയതലങ്ങള് വിശാലമാണ്. എന്ന് പറഞ്ഞതുപോലെ മഹാന്മാരെ കുറിച്ച്, മഹാന്മാരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്ന ആത്മീയ പ്രചോദനത്തിന് അറബിയിൽ അവർ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അൻ നഫസു ഫിർ റൂഹ്.
എന്ന് പറയുന്നത്. അതായത് ആന്തരിക ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന ഒരു ആത്മീയ പ്രചോദനം, അതാണ് അതിന്റെ അർത്ഥം. കണ്ട, അത് എങ്ങനെയാണ്? അലായതി മലക്കിൽ ഇൽഹാം, ആ പ്രചോദനം ഒരു മലക്കിന്റെ, അതായത് ഒരു പ്രചോദനം നൽകുന്ന ദൂതന്റെ മുഖേന ലഭിക്കുന്നു എന്നതാണ് മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മഹാനവറുകളുടെ രചനകള് വെറും ബുദ്ധിപരമായ കൽപ്പനകളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഒന്നും തന്നെയല്ല, മറിച്ച് അള്ളാഹു നൽകുന്ന ആത്മീയ സഹായവും ഇൽഹാമും കൊണ്ടാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യാണ്? ഇതിലൂടെ എന്ത് ചെയ്യാണ്? നമ്മളെ സമർപ്പിക്കുക. അതുകൊണ്ട് ഈ പ്രസ്താവനയെ മഹാനവറുകളെ നുബൂവത്തിന്റെ വഹിയുമായി, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെളിപാടുമായിട്ട് ഇവിടെ തുല്യമാക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞു. വഹി, ഇൽഹാം എന്നിവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രവാചകന്മാർക്ക് ലഭിക്കുന്നത് വഹി ശരീഅത്ത് അടിസ്ഥാനമാണ്, ഔലിയാക്കൾക്ക് ലഭിക്കുന്നത് ശരീഅത്ത് അടിസ്ഥാനത്തിൽ തന്നെ ലഭിക്കുന്ന ആത്മീയ പ്രചോദനമായ ഇൽഹാമാണ്. അതാണ് എന്ത് ചെയ്യുക? രണ്ടും തമ്മിലുള്ള അവിടെയുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് മഹാനവറുകൾ എന്ത് ചെയ്തത്? മഹാനവറുകൾ ഇങ്ങനെ പറയാനുള്ള കാരണം, മലക്കിന്റെ ഇൽഹാമിന്റെ മലക്ക്, ഇൽഹാമിന്റെ മലക്ക് എന്ന് പറഞ്ഞാൽ ഏതാ? ഇൽഹാമിന്റെ മലക്ക് ഏതാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇൽഹാമിന്റെ മലക്കിലൂടെ ലഭിച്ചതാണെന്ന് പറഞ്ഞുള്ളൂ. ഇൽഹാമിന്റെ മലക്ക് എന്ന് പറയുമ്പോൾ, ഇൽഹാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആത്മീയമായി ഹൃദയത്തിലേക്ക് ഇട്ടു തന്നതായ വിജ്ഞാനം. അത് മലക്കിന്റെ കയ്യിലൂടെ ആകാം, മലക്കിന്റെ കയ്യിലൂടെ അല്ലാത്തതാകാം. ആ മലക്കൊരു പക്ഷേ ജിബിരിയിലാകാം, ജിബിരിയിൽ അല്ലാത്തവരാകാം, ജിബിരിയിൽ ഇല്ലാതെയും കിട്ടാം. അതെങ്ങനെ കിട്ടുക? ജിബിരിയിൽ ഇല്ലാതെയും കിട്ടും അല്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ ദിക്റോ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്നു. എന്ത് ചെയ്യാ? എല്ലാ സമയത്തും എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അത് നിലനിൽക്കണം. അതിപ്പോ വായ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ കൊണ്ട് പറ്റൂല. വായ കൊണ്ട് ദിക്റല്ല, ബാത്റൂമിലും ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യാ, മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ വായ കൊണ്ടുള്ളതായ ദിക്ർ എന്ത് ചെയ്യൂല, നടക്കൂല. മറിച്ച് എല്ലാ സമയത്തും നിലനിൽക്കുന്ന ഒരു ദിക്ർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, നിന്റെ രണ്ട് കണ്ണടച്ചിട്ട് ഈ ദൃശ്യലോകം, ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും മറന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് കണ്ണടച്ചിട്ട് 3 പ്രാവശ്യം ആ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും മറന്നുകൊണ്ട് ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ധ്യാനം എന്ത് ചെയ്തത്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം എന്ത് ചെയ്തത്? മഹാനവറുകൾ പറഞ്ഞത്. ആ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് ബൈഅത്ത് ചെയ്ത് ഈ പറയുന്ന ദിക്റും കൊടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്കൊണ്ട് ഇറങ്ങിയപ്പോ അതിന്റെ ആത്മീയപരമായ അനുഭൂതി മഹാനവറുകളുടെ ഹൃദയത്തെ തട്ടിയപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തൽഖീൻ, എനിക്ക് ദിക്ർ ഇട്ട് തന്നതായ സന്ദർഭത്തിൽ എനിക്ക് ലഭിച്ച വിജ്ഞാനത്തിൽ അമൂല്യമായ ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. എത്രത്തോളം ജിബ്രീലിനും മീകായിലിനും പോലും ലഭിച്ചിട്ടില്ല. ജിബ്രീലിനും മീകായിലിനും പോലും ലഭിക്കാത്ത വിജ്ഞാനോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ കൂട്ടുകാരന്മാര് ചോദിച്ചു, ജിബ്രീലിനും മീകായിലിനും ലഭിക്കാത്ത വിജ്ഞാനം എന്താ? അതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, ഇനി ഇവിടെ നിന്നോളി, നിങ്ങൾ പോയിക്കോളി. അവിടെ വെച്ചിട്ട് പറഞ്ഞത് എന്താ? ലൗ ശിബിർത്തു, ഒരു ചാണെങ്ങാനും ഇനി ഞാൻ മുന്നോട്ട് പോയാൽ അഹറഖത്തു, ഞാൻ കരിഞ്ഞു പോകുന്ന പറഞ്ഞത്. അത്രയും വലിയതായ വിജ്ഞാനം, അത്രയും വലിയ മക്കാമാണ് ആ മക്കാമ്. അതുകൊണ്ട് ജിബ്രീൽ അവിടെ നിന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ജിബ്രീൽ പോലും ഇല്ലാത്തൊരു മക്കാമിൽ നിന്നിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞത് തന്റെ അടിമയാകുന്ന മുത്തുനബിക്ക് വഹി അറിയിച്ചു കൊടുക്കാൻ പറ്റിയ മൊത്തം കൊടുത്തിട്ടുണ്ട്. ഖുർആനും ഖുർആന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ആ കൊടുത്തത് മലക്ക് മുഖേനാണോ? ജിബ്രീൽ മുഖേനാണോ? അല്ലല്ലോ. അപ്പൊ ജിബ്രീലിന് അറിയാത്ത വിജ്ഞാനം അവിടെ ഇല്ലേ എന്ന് അലി റളിയല്ലാഹു അൻഹു സഹാബത്തിന് എന്ത് ചെയ്തു? ആ ചോദിച്ച ആൾക്ക് എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം ഖത്താനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തതായിട്ട് പറഞ്ഞതായിട്ട് കാണാം. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഈ പറയുന്ന മശായിഖന്മാർ തന്റെ ഷെയ്ഖിൽ നിന്ന്, ആത്മീയ ഗുരുവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദ് പുതുതായിട്ടാണ്ട് ചൊല്ലിയപ്പോൾ
എന്ത് ചെയ്തു? അദൃശ്യജ്ഞാനങ്ങൾ വെളിവായി. അത് ജിബ്രീലിനും മീകായിലിനും പോലും ലഭിക്കാത്ത മുത്തുനബിക്ക് എവിടുന്നാണോ ലഭിച്ചത്, അവിടുന്ന് ലഭിച്ച വിജ്ഞാനമാണ്. അതേ വർത്തമാനമാണ് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മുത്തുനബിക്ക് എവിടുന്നാണോ കിട്ടിയത് ആ സ്ഥലത്ത് തന്നെയാണ് എനിക്കും കിട്ടിയത് എന്ന് വിചാരിച്ച് മുത്തുനബി പറഞ്ഞതിനോ മുത്തുനബി ഈ ലോകത്ത് പ്രചരണം ചെയ്തതോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നൽകിയ ആദർശങ്ങൾക്കോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയ വിജ്ഞാനം എതിരാകുന്നേ ഇല്ല. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യില്ല, പുറപ്പെട്ടു പോവുകയും ഇല്ല എന്ന് മഹാനവറുകൾ പറയാം. വീണ്ടും മഹാനവറുകൾ സമർത്ഥിക്കുകയാണ്. وبقوله في الباب التاسع والثمانين من الفتوحات ഫുതുഹാത്തിൽ മക്കിയയിൽ പറഞ്ഞതായ 89ാമത്തെ ബാബ്, വൽ ബാബി സാമിനി വൽ ബർബഈന വസലാസിമിഅ, അതുപോലെ 348ാമത്തെ ബാബിലും മഹാനവറുകൾ പറയുകയാണ് അന്ന തർതീബ അബ്വാബിൽ ഫുതുഹാത്തി, ഫുതുഹാത്തിൽ മക്കിയയിൽ പരാമർശിച്ചതായ മുഴുവൻ ബാബുകളുടെയും ക്രമീകരണം, ഒരുപാട് ബാബുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫുതുഹാത്തിൽ മക്കിയ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ആ ഫുതുഹാത്തിൽ മക്കിയയിൽ പരാമർശിച്ച മുഴുവൻ ബാബുകളുടെയും ക്രമീകരണം എങ്ങനെയാണെന്നറിയോ? മഹാനവറുകൾ പറയാ, അതിൽ പറഞ്ഞ ക്രമീകരണങ്ങൾ മുഴുവനും ലം യകുൻ അൻ ഇഖ്തിയാരിൻ വലാ അൻ നളിരിൻ ഫിക്രിയിൻ, ബുദ്ധിപരമായ ആലോചനയിലാലോ അല്ലെങ്കിൽ ഞങ്ങൾ സ്വമേധയെ എഴുതി ക്രമീകരിച്ചതാണോ ഒന്നും അല്ല. സ്വയം ഇഷ്ടപ്രകാരം അതിൽ എന്ത് ചെയ്തല്ല, ക്രമീകരിച്ചതല്ല. ഫുതുഹാത്തിൽ മക്കയിലെ ഇന്ന ബാബ്, അതിനുശേഷം ഇന്ന ബാബ്, അതിൽ ഇന്ന വിഷയം, അതിൽ ഇന്ന വിഷയം, ഈ ബാബും ആ ബാബും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ഈ ബാബിന് ശേഷം വേറൊരു ബാബ്, ചിലപ്പോൾ മുമ്പുള്ള ബാബുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയമായിരിക്കും അതിന്റെ അപ്പുറത്തുള്ളതായ ബാബിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുകൊണ്ട് ഫുതുഹാത്തിൽ മക്കിയയിൽ ഞാൻ എടുത്തുദ്ധരിച്ച ഓരോ ബാബുകളുടെയും ക്രമീകരണം ലം യകുൻ അൻ ഇഖ്തിയാരിൻ, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എടുത്ത ബാബുകളല്ല, മറിച്ച് വലാ അൻ നളിരിൻ ഫിക്രിയിൻ, ബുദ്ധിപരമായ ആലോചനയിനാലും എടുത്ത് ഉദ്ധരിച്ച ബാബുകളല്ല, മറിച്ച് വഇന്നമൽ ഹഖു യുംലി ലനാ അലാ ലിസാനി മലക്കിൽ ഇൽഹാം, ഇൽഹാമിന്റെ മലക്കിന്റെ നാവിലൂടെ പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്ത പകർന്നു തന്നതായ അറിവുകളാണ്. ഇൽഹാമിന്റെ മലക്കിന്റെ നാവ്, ഇൽഹാമിന്റെ മലക്ക് ഏതാണ്? അത് ഞാൻ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞു. അത് ജിബ്രീലാകാം, ജിബ്രീൽ അല്ലാത്തവരാകാം, മറ്റു മലക്കുകളാകാം, ഏതുമാകാം. ഏതാണെന്ന് മഹാനവറുകൾ എന്ത് ചെയ്തിട്ടില്ല, വ്യക്തമാക്കി തന്നിട്ടില്ല. പക്ഷെ ഇൽഹാമും വഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെ മഹാനവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് രീതിയിലൂടാകാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നു, ഞാൻ ജിബ്രീലിനോടൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു തരാം എന്നൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ചില മശായിഖന്മാരുടെ ചരിത്രം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു കറാമാത്തിൽ ഔലിയായിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകലോടുകൂടെ തീർന്നു എന്നല്ല, അവരടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, നമ്മളുടെ റബ്ബ്, നമ്മളുടെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന്, നമ്മളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന്, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അടിയുറച്ച് ഇസ്തിഖാമത്തിന്റെ മക്കാമിൽ നിൽക്കുന്ന ഏതൊരാളുകളുടെ മേലും മലായിക്കത്തുകൾ ഇറങ്ങുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ആ മലായിക്കത്തിൽ ജിബ്രീൽ ഇറങ്ങൂല, മീകായിൽ ഇറങ്ങൂല, ഇന്നാളെ ഇറങ്ങുള്ളൂ, ഇങ്ങനൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിബ്രീലിനോട് ഞാൻ ചോദിക്കട്ടെ, അസ്റായിലിനോട് ഞാൻ പറയട്ടെ, എന്റെ റൂഹ് പിടിക്കാറായെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, അത് പറഞ്ഞോളാം, ഞാൻ അനുമതി തന്നോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞ മശായിഖന്മാരുടെ ചരിത്രങ്ങളൊക്കെ സൂഫിയാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്, ഹഖ് തആല ഇൽഹാമിന്റെ മലക്കിന്റെ നാവിലൂടെ എനിക്ക് പരാമർശിച്ചു തന്ന, എനിക്ക് പറഞ്ഞു തന്ന വിജ്ഞാനങ്ങളാണ് ഇതൊക്കെ. അതൊന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ ബാബുകളെ ഞാൻ ക്രമീകരിച്ചതല്ല. വഖദ് നദ്കുറു കലാമൻ ബൈന കലാമൈനി, ചിലപ്പോൾ രണ്ട് വിഷയങ്ങൾക്കിടയിൽ ഒരു വിഷയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാ തഅല്ലുക ലഹു ബിമാ ഖബലഹു, അതിന് മുമ്പുള്ളതുമായി ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല, വലാ ബിമാ ബഅദു, ശേഷമുള്ള ഒന്നുമായിട്ട് എന്ത് ചെയ്യുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. രണ്ട് വിഷയം പറയുന്നതിന്റെ ഇടയിൽ ഒരു വിഷയം പറയും, ആ വിഷയം മുമ്പുള്ളതേറ്റും ബന്ധം ഉണ്ടാവില്ല, ശേഷമുള്ളതേറ്റും ബന്ധം ഉണ്ടാവില്ല. എന്നാലും അത് അവിടെ പരാമർശിക്കാതിരിക്കാനും പറ്റൂല. കാരണം എന്താ, എന്റെ ബാബുകൾ മുഴുവനും ഞാൻ സ്വയഷ്ടപ്രകാരം പറഞ്ഞതല്ല,
ഹക്ക് തആലയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇൽഹാമിന്റെ മലക്കിലൂടെ വരുന്ന വിഷയങ്ങളെ അപ്പപ്പോൾ ഞാൻ ബാബുകളാക്കുകയാണ്. അതിന് മുമ്പുമായി ബന്ധമുണ്ടോ ശേഷമുള്ളതുമായി ബന്ധം ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. വരുന്നത് അപ്പോൾ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, പറയുന്നു. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലതൊന്നോവർ. എന്നിട്ട് പറയാ വദാലിക, ആ ഒരു ശൈലി ശബീഹും ബിഖൗലിഹി തആല, അത് ഹക്ക് തആലയുടെ അല്ലാഹു തആലയുമായുടെ വാക്കുമായിട്ട് സാദൃശ്യമുള്ളതാണ്. ഈ ശൈലി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. എന്താ, മുമ്പുള്ളതുമായിട്ടും ബന്ധം ഉണ്ടാവില്ല, ശേഷമുള്ളതുമായിട്ടും ബന്ധം ഉണ്ടാവില്ല. ഇടയിൽ ഒരു കലാമ് പറയുകയും ചെയ്യും. അത് മുത്തനബിക്ക് അപ്പ ഇറങ്ങിയതിന് അപ്പ കൊടുക്കുന്നു. അവിടെ മുമ്പുള്ളതായിട്ട് ബന്ധമുണ്ടോ ശേഷമുള്ളതായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും അവര് നോക്കൂല. കാരണം ഇത് ഹക്ക് തആലയിൽ നിന്നിട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ ഹക്ക് തആലയിൽ നിന്നിട്ട് ഇത് ഇവിടെ ഈ സമയത്ത് ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ടാണ് ഹക്ക് തആല എനിക്കത് അറിയിച്ചു തന്നത്. മുമ്പുള്ളതുമായി ബന്ധം, നമ്മളിപ്പോ ഒരു വിഷയം ക്രോഡീകരിക്കുകയാണെങ്കിൽ ആദ്യം ഇത് കൊടുക്കണം, രണ്ടാമത് ഇത് കൊടുക്കണം, മൂന്നാമത് ഇത് കൊടുക്കണം. ഇങ്ങനെ ഒരു നമ്മളുടെ ചിന്തയിൽ നിന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രൂപരേഖയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാവും നമ്മളുടെ ഗ്രന്ഥങ്ങളൊക്കെ. എന്നാ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ അങ്ങനൊന്നല്ല. അവരുടെ സ്വന്തമായതായ ചിന്തയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. അവർക്ക് അപ്പപ്പോൾ ഇറങ്ങുന്ന വിജ്ഞാനങ്ങൾ അപ്പപ്പോൾ അവർ ബാബുകളാക്കി മാറ്റുന്നു എന്നുള്ളതാ. ചിലപ്പോൾ മുമ്പുള്ളതുമായി ബന്ധം ഉണ്ടാകാം, ബന്ധമില്ലാതിരിക്കാം. ശേഷമുള്ളതുമായി ബന്ധമുണ്ടാകാം, ബന്ധമില്ലാതിരിക്കാം. അതോ അങ്ങനത്തെ ശൈലി എവിടെയുമുണ്ട്, ഖുർആനിലുമുണ്ട്. ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്താ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാ, നിസ്കാരങ്ങളെ സൂക്ഷിക്കണം. വസ്വലവാത്തിൽ വുസ്താ, അതുപോലെ മധ്യനിസ്കാരത്തെയും എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഈ വിഷയം സൂറത്തുൽ ബഖറയിലെ 238 ആയത്താണ്. 238 ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഇവിടെ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത്? ബൈന ആയാത്തി ത്വലാഖിൻ വ നിക്കാഹിൻ വ ഇദ്ദത്തി വഫാത്തിൻ. ത്വലാഖിന്റെ ആയത്തുകളും അതുപോലെ തന്നെ നിക്കാഹിന്റെ ആയത്തുകളും അതുപോലെ തന്നെ മരണാനന്തരമായി ഇരിക്കേണ്ട ഇദ്ദയുടെ ആയത്തുകളും പരാമർശിക്കുന്ന ആയത്തുകൾക്ക് ഇടയിൽ കൊണ്ടുപോയിട്ട് അല്ലാഹു തആല ഒരു ആയത്ത് പറയാണ്, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. നിങ്ങള് നിസ്കാരങ്ങളെയും മധ്യനിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് മുമ്പുള്ള ആയത്ത്. തലാഖായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിസ്കാരം? നിക്കാഹായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിസ്കാരം? പ്രത്യക്ഷത്തില് ഇനി അതല്ല, പിന്നെ സലാത്തുൽ വുസ്തയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. മറിച്ച് എന്താ, അപ്പപ്പോൾ ഇറങ്ങിയതിന് അപ്പപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് എന്ത് ചെയ്തു, പരാമർശിച്ചു എന്നുള്ളതാണ്. വേറൊന്നുമല്ല. അപ്പപ്പോൾ ഇറങ്ങിയതിന് അപ്പപ്പോൾ എന്ത് ചെയ്തു, പരാമർശിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറഞ്ഞു തന്നതായ ഇൽമുകൾ മുഴുവനും സ്വയം ഇഷ്ടപ്രകാരം ഉണ്ടായി തീർന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പപ്പോൾ അറിയിച്ചു തന്നതിന് അപ്പപ്പോൾ എന്ത് ചെയ്തു, ഈ ലോകത്ത് ഞാൻ എന്ത് ചെയ്തു, ബാബുകളാക്കി, വാതിലുകളാക്കി, ബാബുകളാക്കി പരാമർശിച്ചു എന്നുള്ളതാണ്. വേറെ ഒന്നും തന്നെ എന്തില്ല, ഇതിലില്ല. കാരണം അത് മുമ്പുള്ളതുമായി ബന്ധമുണ്ടാകാം, ബന്ധമില്ലാതിരിക്കാം, ഏത് രീതിയിലും എന്ത് ചെയ്യാം, നമുക്കാക്കാം. കാരണം ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ അമാനില്ലതൊന്നോവർ. അതുകൊണ്ട് ഫുതുഹാത്തുൽ മക്കിയയിലുള്ള ബാബുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോ ഇതെന്താ ഇവിടെ പരാമർശിച്ചിരിക്കണ്, മുമ്പുള്ളതുമായി ബന്ധമില്ലല്ലോ, ശേഷമുള്ളതുമായി ഒരു ബന്ധവുമില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. അത് ഖുർആന്റെ ശൈലിയാണ്, വഹീന്റെ ശൈലി അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല അള്ളാന്റെ ഹളറത്തിൽ നിന്ന് മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്ത വിജ്ഞാനങ്ങളിൽ ചിലപ്പോൾ മുമ്പുള്ളത് ബന്ധമുള്ളത് ഉണ്ടാകാം, ബന്ധമില്ലാത്തതും ഉണ്ടാകാം. അതുകൊണ്ട് ഇതൊന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായി വെച്ച ബാബുകളല്ല. എന്നാൽ ഇബ്നു അറബി തങ്ങൾക്ക് ഈ വിഷയം ലാസ്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ അവിടെ എന്ത് ചെയ്യാ, ഇത് ബന്ധമില്ലാത്ത ഒരു സാധനത്തിന്റെ ഇടയെ കൊണ്ടായി കുത്തിത്തിരി കണ്ടില്ലായിരുന്നു. ഇങ്ങനൊന്നും ചിന്തിക്കണ്ട. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ബാബു ഞാൻ ഇതിൽ ക്രോഡീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒന്നും തന്നെ എന്റെ ബുദ്ധിപരമായ ആലോചനയിൽ നിന്ന് ഉണ്ടായി തീർന്നതല്ല എന്ന് മഹാനവറുകൾ പറയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിച്ച രണ്ട് വിഷയങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഷയം പറഞ്ഞതുപോലെ ഫുതുഹാത്തുൽ മക്കിയയിലും അങ്ങനെ നിങ്ങൾക്ക് കാണാം. അതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടായി തീർന്നതല്ല, അള്ളാഹു അപ്പപ്പോൾ അറിയിച്ചു തന്ന ആ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ബാബുകളാക്കി മാറ്റിയതാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ഇൽമുകൾ ഒരിക്കലും സ്വന്തമായ താല്പര്യങ്ങളിലൂടെയോ സ്വന്തമായ നിഗമനങ്ങളിലൂടെയോ ഉണ്ടായി തീർന്നതല്ല. അല്ലാഹു തആല
അറിയിച്ചു തന്ന വിജ്ഞാനങ്ങൾ മാത്രമാണ്. അതൊരിക്കലും കിതാബുകൾക്കോ സുന്നത്തുകൾക്കോ എതിരല്ല. കാരണം കിതാബും സുന്നത്തും വന്ന ഹളറത്തിൽ നിന്ന് തന്നെയാണ് എന്റെ കശ്ഫും എന്റെ മഅരിഫത്തും വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മെയിൻ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആരംഭത്തിലാണ്, മുഖദ്ദിമയിലാണ്. കാത്തിരുന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. വിജ്ഞാനങ്ങളുടെ വലിയ ഒരു ലോകം ഇബ്നു അറബി തങ്ങളുടെ നമുക്ക് തുറക്കാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.